വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. പരിയിലടുക്കി ദില്ലി മേ ഉനീന്റെ വൈറ്റ് ക്യാപ്, ഈ 3 ചാപ്റ്ററുകളിൽ നിന്നായിട്ടാണ് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് വരിക അഥവാ ചരിത്ര ചിത്രം. 4 മാർക്കിനാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരിക. നമുക്ക് നോക്കാം. ആദ്യം റിക്ഷാ ചാലക്, ദില്ലി മേ ഉനീന്റെ എന്ന ചാപ്റ്ററിലെ റിക്ഷാ ചാലക്. ഹിന്ദി की महान लेखिका ഗഗൻ ഗിൽ का സംസ്മരൺ ഹെ ദില്ലി മേ ഉനീന്റെ. അവിടെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യം, ഇത് എന്ത് വിധയാണ്? സംസ്മരണാണ് കേട്ടോ. इसमें एक ഓട്ടോ ചാലക് के बारे में बताती है. ഇതിലൊരു ഓട്ടോറിക്ഷക്കാരനെ കുറിച്ചാണ് പറയുന്നത്, അഥവാ ഓട്ടോ ചാലക് അഥവാ റിക്ഷാ ചാലക്. ഓട്ടോ ചാലക് अपना काम करता है और गरीब आदमी है तो भी ആത്മസമ്മാൻ സെ ജീता है. അവര് തന്റെ ജോലി ചെയ്യുന്നുണ്ട്, എന്ത് ഓട്ടോ ഓടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരൊരു ദരിദ്രനായിട്ടുള്ള ആളാണ്. ആത്മസമ്മാൻ സെ ഭി ജീता है, എങ്കിലും അവര് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. उसकी यह विशेषता उसे दूसरों से अलग करती है. അവരുടെ ഈ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെ? ദരിദ്രനാണെങ്കിലും മറ്റൊരാളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ജീവിക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആത്മസമ്മാനസെ സ്വയം ജീता है അല്ലെ, ആത്മാഭിമാനത്തോടു കൂടി സ്വയം ജീവിക്കുന്നു. രാജാറാം അത്യന്ത സംവേദനശീൽ और മാനവീയ സ്വഭാവ का വ്യക്തി है. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? രാജാറാം എന്നാണ് അല്ലെ. അപ്പൊ ആ ഓട്ടോ ചാലകിന്റെ അല്ലെങ്കിൽ റിക്ഷാ ചാലകിന്റെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ രാജാറാം എന്ന് പറയണം. അപ്പൊ രാജാറാം അത്യന്ത സംവേദനശീൽ और മാനവീയ സ്വഭാവ का വ്യക്തി है. വളരെയധികം ഫീലിങ്സ് ഒക്കെ ഉള്ള അല്ലെ, ഭയങ്കര സംവേദനശീലായിട്ടുള്ള, അതുപോലെ തന്നെ മാനവീയ സ്വഭാവം അല്ലെ, മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ രാജാറാം. वो समाज की सच्चाई को समझता है. സൊസൈറ്റിയിലെ സത്യങ്ങളെയൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. उसका जीवन सादगी से भरा है. അദ്ദേഹത്തിന്റെ ജീവിതം സാദഗി, ലാളിത്യത്തോടു കൂടിയുള്ളതായിരുന്നു. उसकी बातों में और व्यवहार में सच्चाई होती है. അവരുടെ പറച്ചിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും ഒക്കെ എന്തുണ്ടായിരുന്നു? ഒരു സത്യമുണ്ടായിരുന്നു. രാജാറാം ശാന്ത്, വിനമ്ര और സഹജ് സ്വഭാവ का है. അദ്ദേഹം എന്താണ്? ശാന്ത സ്വഭാവമുള്ള, വിനമ്രനായിട്ടുള്ള, സഹജ സ്വഭാവത്തിലുള്ള ഒരാളായിരുന്നു. രാജാറാം का चरित्र हमें सिखाता है कि सच्चाई, मेहनत और आत्मसम्मान के साथ कैसे जीना है. എങ്ങനെയാണ് ആത്മസമ്മാനത്തോടു കൂടി ജീവിക്കുക എന്നും അദ്ദേഹം ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേശവാണ് അല്ലെ, വൈറ്റ് ക്യാപ് എന്ന ചാപ്റ്ററിലെ കേശവ്. കേശവ് വൈറ്റ് ക്യാപ് കഹാനി കാ നായക് ഹെ. അദ്ദേഹം വൈറ്റ് ക്യാപ് എന്ന കഥയിലെ നായകനാണ് അല്ലെ, ഒരു കുട്ടിയാണ്. वो गरीब मजदूर परिवार का लड़का है. അദ്ദേഹം എന്താണ്? ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ആൺകുട്ടിയാണ്. ഉസേ അപ്നെ മാതാപിതാ സെ ബഡാ പ്രേം ഹെ. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. तीसरी कक्षा की परीक्षा के बाद वो अपने गांव से മാതാപിതാ के पास शहर जाने के लिए जिद करता है. 3ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാണ്? വീട്ടില് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കും, അതായത് അച്ഛനും അമ്മയും നഗരത്തിലാണ്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് അല്ലെ. ഷഹർ ജാക്കർ കേശവ് ക്രിക്കറ്റ് ഖേൽനെ വാലെ കുച്ച് ലഡ്കോം സേ മിൽത്താ ഹെ. അങ്ങനെ പട്ടണത്തിൽ പോയി അവൻ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് കുട്ടികളെ പരിചയപ്പെടുകയാണ്. വേ ഉസേ ഉപേക്ഷാ കാ വ്യവഹാർ കർത്തേ ഹെ. പക്ഷെ അവനെ കൂട്ടത്തിൽ കൂട്ടുന്നൊന്നുമില്ല. ലഡ്കെ ഉസേ അപ്നി ടീം മേ ഭി ഷാമിൽ നാ കർത്തേ ഹെ അല്ലെ, ടീമിൽ അംഗമൊന്നും ആക്കുന്നില്ല. പർ കേശവ് കിസി ഇമാരത് പർ ഗിരി ബോൾ ലേനെ മേ ഉസ്കി സഹായത കർത്താ ഹെ. അപ്പോൾ കേശവ് എന്ത് ചെയ്യും? ആ ഇമാരത്തിലെ കെട്ടിടങ്ങളിലൊക്കെ ബോൾ പോയി കഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുവരുന്ന സഹായം കേശവ് ചെയ്തു കൊടുക്കും. ഈ ശ്രമേ വ ബുരി തര ഘായൽ ഭി ഹോ ജാത്താ ഹെ. അങ്ങനെ അവന് വലിയ പരിക്ക് പറ്റുകയാണ്. പർ ഉസ്കെ മൻ മേ കിസി സെ വിദ്വേഷ് കി ഭാവന നഹി. പക്ഷെ അവൻ ആരോടും എന്തുണ്ടായിരുന്നില്ല? ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയേ ഹി സബ് അന്ത് മേ അച്ഛേ ദോസ്ത് ബൻ ജാത്തേ ഹെ. അവസാനം അവരൊക്കെ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. കേശവ് കാ ചരിത്ര സബ്കോ പ്രഭാവിത് കർത്താ ഹെ. അങ്ങനെ ഈ ഒരു കേശവന്റെ സ്വഭാവം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ഫ്രണ്ട്സിനൊക്കെ. ഉസ്കെ സദ്ഗുണോം കാ അനുഭവം ഹമേ കഹാനി കെ ആരംഭ സേ ലേക്കർ അന്ത് തക് മിൽത്താ ഹെ. അവന്റെ നല്ല സ്വഭാവം കഥയിലെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹെർമൻ. जब हरमन 11 साल का था, 11 വയസ്സായ സമയത്ത് ഉസേ ജീവൻ കി ഗംഭീർ പരിസ്ഥിതിയോം കാ സാമന കർനാ പടാ. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ നേരിടാൻ പോകുന്നത്. ഉസേ അപ്നി മാ സേ ബിഛുഡ്കർ കൈദി ജീവൻ ജീനാ പടാ. അവൻ അവന്റെ അമ്മയിൽ നിന്നും വേർപെട്ട് എവിടേക്ക് പോവാണ്? ഒരു തടവറയിലേക്ക് ജീവിക്കാൻ വേണ്ടി പോവാണ് അല്ലെ. ഇസ്ലിയേ ബച്പൻ സേ ഹി വ ബഹുത് അനുഭവി ഹോ ഗയാ ഥാ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ അവൻ വളരെയധികം അനുഭവസ്ഥനായിരുന്നു. पर वह बहुत भावुक भी था. വളരെ ഫീലിങ്സ് ഒക്കെ ഉള്ള, സംവേദനശീലമുള്ള ഒരാളായിരുന്നു നമ്മുടെ ഹെർമൻ.
ഉസെ ഹമേശ അപ്പനി മാ കി യാദ് ആതി രഹതി ഹൈ. അവൻ എപ്പോഴും അവന്റെ അമ്മയുടെ ആ ഒരു ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വോ ആശാവാൻ ഥാ. അവൻ വളരെയധികം ആശാവാനായിരുന്നു, ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. വോ സപ്നെ മേ മാ സേ മിൽത്താ ഹൈ. അമ്മയെ കാണാറുണ്ട് സ്വപ്നത്തിൽ. ഹർമൻ കൈദി ശിവിർ സേ ബാഹർ ആക്കർ ഭി നിരന്തര പരിശ്രമം കർത്താ രഹതാ ഹൈ. അവിടെ നിന്നും, ഇത് തടവറയിൽ നിന്നും നിരന്തരമായി പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. वो സ്വയം ആത്മനിർഭർ ബനനെ കാ ശ്രമം കർത്താ ഹൈ. ഇൻഡിപെൻഡന്റ് ആവാനും അതുപോലെ തന്നെ തന്റെ ആത്മാഭിമാനം സൂക്ഷിക്കാനും സെൽഫ് കോൺഫിഡന്റ് ആവാനും ഒക്കെ അവൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. पर अपनी भावुकता के कारण अपने अतीत के बुरे अनुभवों को वह भूल नहीं पाता है. അവന്റെ ഒരു സ്വഭാവശീലമായിരുന്നു എന്ത്, പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത്. അത് അവന്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടായിരുന്നു ഇവിടെ പറയുന്നത്. निरंतर अध्ययन करते रहने से उसे अमेरिका में नया जीवन जीने का अवसर मिलता है. അതായത് അവൻ എന്ത് ചെയ്യാണ്, പിന്നീട് ഫ്യൂച്ചറിൽ അമേരിക്കയിലൊക്കെ പോയി ലൈഫ് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ജോലി സംബന്ധവും ജോലിക്കായും പഠിക്കാനൊക്കെ അവിടെയൊക്കെ പോകാനുള്ള അവസരങ്ങൾ അവന് കിട്ടുകയാണ്. വോ അപ്പനി പരി ലഡ്കി കോ ഭി ഭൂൽ നഹി ഹൈ. എന്താണ്, പരിലടുക്കിനെയും അവൻ മറന്നിട്ടില്ല. വോ ലഡ്കി ഹി ഉസേ കൈദി ശിവിർ മേ റോസ് സേബ് ദേത്തി തി. അവളാണ് എന്ത്, എല്ലാ ദിവസവും എന്ത് കൊണ്ടു കൊടുത്തിരുന്നു, സേബിലെ ആപ്പിൾ കൊണ്ടു കൊടുത്തിരുന്നു. ഉസ് ലഡ്കിക്ക് പ്രതി വോ അപ്പനി കൃതജ്ഞതാ ഭി വ്യക്ത് കർത്താ ഹൈ. അവളോട് എന്നും നന്ദി അവൻ പ്രകടിപ്പിച്ചിരുന്നു. ഇസ് തരഹ് हम देखते हैं कि हरमन का चरित्र സദ്ഗുണോം സേ ഭരാ ഹുവാ ഹെ. ഹെർമന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, സദ്ഗുൺ, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ആര്, ഹെർമൻ ഒരു കുട്ടിയായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. 4 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കരുത്. നമ്മുടെ വീഡിയോ മാക്സിമം കുട്ടികൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ലൈവിലൊക്കെ കൃത്യസമയത്ത് വരിക. ഓക്കെ, ബൈ.